അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നേ ഒരു കിച്ചൺ ടിപ്പാട്ടോ. അഥവാ കോഴിമുട്ട കൊണ്ട് പല വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ചില വിഭവങ്ങൾക്ക് കോഴിമുട്ടയുടെ വെള്ളം മാത്രമേ പറ്റുള്ളൂ, പ്രത്യേകിച്ച് കേക്കൊക്കെ. ഉണ്ണി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് സ്മെല്ല് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉണ്ണിനെ മാറ്റിയിട്ട് വെള്ളം മാത്രം എടുക്കും. അപ്പോൾ ഈ കോഴിമുട്ടയുടെ ഉണ്ണിനെയും വെള്ളനെയും വേർതിരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാറുണ്ട്. മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും, സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടി കളയാളെ പതിവ്. 1-2 പ്രാവശ്യം അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് സ്പൂണ് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഉണ്ണി പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഉണ്ണിയും വെള്ളയും വേർതിരിക്കാൻ പറ്റിയ ഒരു A ക്ലാസ് ടിപ്പ് കേട്ടോ. ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് കടന്ന് കളിച്ചിട്ടുള്ളതാണ്. എന്തായാലും അതാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അടിയിൽ ഇത് ഞങ്ങൾക്ക് അറിയാം, ചങ്ങായി പറഞ്ഞാൽ പൊങ്കാലിടാൻ വേണ്ട. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെറിയൊരു കുപ്പി വെച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. നേരെ പോയാലോ? അപ്പോൾ ഓക്കെ, നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതേ നമ്മളെ കഥാപാത്രം, മുട്ട, അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു ബോട്ടിൽ വേണ്ടോ, ചെറിയൊരു ബോട്ടിൽ. ഇത് വെച്ചിട്ടാണ് നമ്മളെ കളി. ആദ്യം എന്ത് ചെയ്യുക, മുട്ടനെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം. ഈ ഒരു പാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണി മാറ്റിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അതിക്കും പൊട്ടിച്ചിട്ടുണ്ടല്ലോ. അഥവാ ഉണ്ണി മാറ്റിയിട്ട് ഇടാനുള്ള പാത്രമാണത്. നേരെ കട്ട് ചെയ്തിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ ഓക്കെ, അതെ നമ്മൾ മുട്ടൊന്ന് പൊട്ടിക്കണു. കണ്ടോ, ഉണ്ണിക്കുട്ടൻ കിടക്കുന്നുണ്ടോ? ഈ ഉണ്ണിക്കുട്ടനാണ് നമ്മൾ ഇനി എടുക്കാൻ പോകണം കേട്ടോ. വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ചെടുക്കും വേണം. ഇത് പൊട്ടിച്ചിടുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ഉണ്ണി പൊടിഞ്ഞു പോകരുത്. ഈ ഇങ്ങനത്തെ ബോട്ടിൽ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള എയറിനെ ഔട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഉണ്ണിമ ഇങ്ങനെ മുട്ടിച്ച് വെക്കുക. ഒറ്റ കൂടൽ കണ്ടോ, ഉണ്ണിക്കുട്ടം കുപ്പിയിലായി. അതിൻ്റെ ശേഷം ഈ ഒരു പ്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ, അതിലേക്ക് ഇടുക. ഉണ്ണി വേറെ, വെള്ള വേറെ. ഇത് 1-1.5 ടിപ്പാട്ടോ. കാരണം ഇത് ഇങ്ങനെ എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. ഇനി നോക്കിയേ, ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിങ്ങനെ മുട്ടിച്ച് വെക്കുക. എടുക്കൽ ഉള്ളിൽ നിന്ന് പിന്നെ കൈ വിടുന്നോട് കൂടി സാധനം അങ്ങനെ നേരെ ഇതാക്കണം. കണ്ടോ, അതാ കണ്ടോ, ഇങ്ങനെ പോകരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പൊട്ടി. അങ്ങനെ പോയി കഴിഞ്ഞാൽ പൊട്ടും ചെയ്യും. അതേപോലെ തന്നെ ഇങ്ങനെ എയർ ഉള്ളിലേക്ക് വലിക്കുന്നതോട് കൂടി നേരെ കുപ്പി എന്ത് ചെയ്യണം, സ്റ്റഡിക്ക് പിടിക്കും വേണം. എന്നാൽ കറക്റ്റായിട്ട് ഉണ്ണി വേറെയും ഇതേപോലെ വെള്ള വേറെ ആയിട്ട് വരും. ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഫസ്റ്റ് ഞാൻ ഇടുന്ന നിങ്ങൾ കണ്ടാണ്. അതേപോലെ നല്ല കെയർ ചെയ്ത് ചെയ്യേണ്ട വിഷയമാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ണിനെയും വെള്ളനെയും വേറെ ആക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തോട്ടോ. കാരണം എന്താ വെച്ചാൽ കിച്ചണിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം എല്ലാവരും ഉണ്ണി വേർതിരിപ്പിക്കാൻ വേണ്ടി സ്പൂണോട് ഇങ്ങനെ ഇടങ്ങാറാക്കി ആക്കല്ലേ ഈ ചെയ്യല്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉണ്ണി പൊട്ടിപ്പോവും. ഇതാവുമ്പോൾ എന്താണ്, സിമ്പിളായിട്ട് കിട്ടും ചെയ്യും. ഓക്കെ, ഇതാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയേറെ ഗുണകരമായ ഒരു ഐഡിയ വേറെ അല്ല കേട്ടോ. കാരണം ഉണ്ണിയും വെള്ളയും അടിപൊളിയായിട്ട് വേറെ ആവും. ഉണ്ണി അതേപോലെ തന്നെ ആ കുപ്പിയിൽ എടുത്ത് കഴിഞ്ഞാൽ നേരെ തൊട്ടപ്പുറത്തെ പാത്രത്തേക്കാണ് മാറ്റിയാൽ മതി. നല്ല ശ്രദ്ധിച്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ എടുത്തപ്പോൾ പൊട്ടിയില്ല, അതേപോലെ പൊട്ടും. ഇത് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന സ്ത്രീകളുണ്ടാവും. അതേപോലെ തന്നെ ചെറിയ ബേക്കറികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഓലൊക്കെ സ്പൂൺ കൊണ്ടാണ് സാധാരണഗതിയിൽ എടുക്കുക. ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഓനൊക്കെ എപ്പോഴും സ്പൂൺ കൊണ്ട് ഇങ്ങനെ തോണ്ടി കളയലാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോ. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതാണ്, അതേപോലെ തന്നെ ഇപ്പോഴും പറയണത്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നേരെ ഷെയർ ചെയ്തോ. ഇതിലും നല്ല ഐഡിയ ഇനി വേറില്ല. അതിനനുസരിച്ച് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഐഡിയ എനിക്ക് തോന്നിയതാണ്. ഇത് കാറ്റുകൊണ്ടുള്ള കളിയാണ്. അപ്പോൾ ഓക്കെ, ബൈ.